ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചന മസാല കറിയാണ് തയ്യാറാക്കുന്നത്. ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളക്കടല, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. രാത്രിയാണ് ഞാൻ കുതിർത്ത് വെക്കുന്നത്. രാവിലെ ഇത് നല്ലപോലെ തിരുമ്പി 3-4 പ്രാവശ്യം തിരുമ്പി കഴുകിയെടുത്താൽ ഇതുപോലെ കടലേൻ്റെ തൊലിയെല്ലാം പോയി കിട്ടും. രാവിലെ ആണെങ്കിൽ 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകിയെടുത്താൽ മതി. നല്ലപോലെ വെള്ളമൊഴിച്ച് തിരുമ്പി കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയെല്ലാം പോവും. ഇനി ഈ കടല വെച്ചാണ് ഇന്ന് കറി തയ്യാറാക്കുന്നത്. ഈ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്, 1 ടീസ്പൂൺ പിരിയമുളക് പൊടി. മുളക് പൊടിയല്ല ചേർത്തിട്ടുള്ളത്, ഞാൻ പിരിയമുളക് വെള്ളത്തിൽ കുതിർത്ത് അരച്ച പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് 3-4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. സവാള ഒന്നിന് വാടി വരണം. സവാള വാടി വരുമ്പം സവാള ഇതുപോലെ വാടി വന്നാൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും, മുളക് പൊടി ചേർക്കുമ്പം എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നല്ലപോലെ പഴുത്ത ഒരു തക്കാളി, നല്ലപോലെ പഴുത്ത തക്കാളി തന്നെ ചേർക്കണം. പഴുക്കാത്ത തക്കാളി ആകുമ്പോൾ കറിയിൽ പുളി ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വാടി വരുമ്പം തീ ഓഫ് ചെയ്യുക. ഇനി തണുത്ത ശേഷം ഇത് മിക്സി ജാറിലേക്ക് കുറച്ച് ഇതിൽ നിന്ന് മിക്സി ജാറിലിട്ട് ഇതിലേക്ക് മിക്സി ജാറിലേക്കിനി 2 ടേബിൾ സ്പൂൺ തേങ്ങയും 4-5 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും ഇട്ട് നൈസായിട്ട് ഇത് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച കടല ചേർത്ത് കൊടുത്ത് ഇനി അരച്ച് വെച്ച തേങ്ങയും കൂടി ഒഴിച്ച് മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ല സ്മെല്ലുള്ള ഗരം മസാലപ്പൊടിയാണ്. ഇതിലേക്ക് ചേർക്കുമ്പം തന്നെ എന്താ മണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് കസ്തൂരി മേത്തി കയ്യിൽ ഇതുപോലെ തിരുമ്പി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കസ്തൂരി മേത്തി ഇല്ലെങ്കിൽ ചേർക്കണ്ട, നിർബന്ധമില്ല. കസ്തൂരി മേത്തി കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇനി ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കറി വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് താളിക്കാനായി എണ്ണ കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് 2-3 ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു നുള്ള് പിരിയമുളക് പൊടി കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന അതേപോലെയുള്ള കറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. Thank you for watching.